ഇന്ന് സ്കൂൾ വിട്ട് വന്ന ഉടനെ ലച്ചുവിന് ആവശ്യം നൂഡിൽസാണ്. ഒന്നും നോക്കിയില്ല, കുട്ടികളുടെ ആഗ്രഹമല്ലേ, അതങ്ങ് ഉണ്ടാക്കി കൊടുത്തു. ഇനി അടുത്തത് എണ്ണ തേച്ചൊരു കുളിയാണ് കേട്ടോ. ഇത്തവണ 1-ാം തീയതി മുതൽ ഭൂമിക വേദിക്സിൻ്റെ ഹെയർ ഓയിലാണ് പരീക്ഷിച്ച് തുടങ്ങുന്നത്. ഇൻസ്റ്റയിലെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാനും പരീക്ഷിക്കുന്നത്. എന്തായാലും നോക്കട്ടെ എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ തലയിൽ ആദ്യം തന്നെ എണ്ണ തേച്ചിടാം. കാരണം ഇനി പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും തലയിൽ എണ്ണ പിടിക്കും. അപ്പോൾ ആദ്യം എണ്ണ തേച്ചിടാം. ഓഫീസിൽ നിന്ന് വരുന്ന വഴിയിൽ നല്ല ചാള കണ്ടിട്ടോ, നമ്മുടെ നാട്ടിലെ മത്തി. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ചെറിയ മത്തിയാണ്. വലിയ മത്തി ഈ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ കുഞ്ഞ മത്തിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കി എടുത്തു. എന്നും മീൻ നന്നാക്കുമ്പോൾ നമ്മുടെ കുറിഞ്ഞിയും കാടനും വന്നിരിക്കാറുണ്ട്. ഇന്ന് അവരെ കാണാനില്ല. അപ്പോൾ ഇന്നത്തെ മീൻ തലയൊക്കെ നമുക്ക് തെങ്ങിന് ചോട്ടിൽ തന്നെ കൊണ്ടുപോയിടാം. അല്ലെങ്കിൽ പൂച്ചകൾ തന്നെ ഒക്കെ തിന്ന് തീർക്കേണ്ടതാണ്. ഇന്ന് ആരും വന്നില്ല. ഇനി നമ്മൾക്ക് വറക്കാനുള്ള മീനൊക്കെ മസാല തേച്ച് വയ്ക്കാം. പിന്നെ കറി വയ്ക്കാനുള്ള മീൻ നമുക്ക് കുറച്ചുകൂടെ വെള്ളത്തിൽ കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് കറി വയ്ക്കാൻ വേണ്ട പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം, അത്രയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഇവിടെ ഇരിക്കട്ടെ. ഇപ്പം തന്നെ ഒന്നും ചെയ്യുന്നില്ല. ഇത് കുറച്ച് നേരം അടച്ച് വയ്ക്കും. എനിക്ക് കുറച്ചുകൂടെ പണിയുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കുക്കിങ്ങിലേക്ക് വരുന്നത്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾ നനയ്ക്കുകയാണ്. അധികം ചെടികളൊന്നുമില്ല, കുറച്ച് ചെടികളേ ഉള്ളൂ. ഇത് എല്ലാവരുടെ വീട്ടിലും എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് നമ്മുടെ മണി പ്ലാന്റ്. ഇതുപോലെ പടർത്തി മുകളിൽ എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എത്രത്തോളം എത്തുമെന്നറിയില്ല. ഇത് നമ്മുടെ ടർട്ടിൽ വൈൻ. പൊതുവേ എല്ലാവരും ഇത് നല്ല ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനും ഒരുപാട് തവണ ഇത് പരീക്ഷിച്ച് നോക്കി. പക്ഷേ ഇതെനിക്ക് നല്ല മനോഹരമായിട്ട് ഇങ്ങനെ നല്ല തിക്കായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നില്ല. എനിക്കിത് കളയാനും തോന്നുന്നില്ല. നല്ല ഇഷ്ടപ്പെട്ട ചെടി. അപ്പോൾ ഇതുപോലെ അങ്ങ് നിലത്ത് പടർത്തി ഉണ്ടാക്കി. ആ ഭാഗത്ത് ഉണ്ടാക്കിയത് നല്ല ഇഷ്ടം തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ മറ്റൊരു ഭാഗത്ത് കൂടെ ഉണ്ടാക്കി. അത് തളിർത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ചെടി നല്ല ചേമ്പിൻ്റെ ഇല പോലെയുള്ള അല്ലെങ്കിൽ നല്ല ഹാർട്ട് ഷേപ്പുള്ള നല്ലൊരു ചെടി. ഇത് ഇലയുടെ ഭംഗി മാത്രമാണ് എനിക്ക് അറിയുള്ളൂ. ഇതിൻ്റെ പേരെന്താണ് ഒന്നും അറിയില്ല. ഇത് നമ്മുടെ സർപ്പപ്പോള, അതും വെച്ചിട്ടുണ്ട്. അധികം പൂക്കളുള്ള ചെടികളൊന്നുമില്ല. ഇത് നമ്മുടെ തുളസി. ഇതിനടുത്തുകൂടെ പോകുമ്പോൾ തന്നെ തുളസിയുടെ നല്ല മണം നല്ലതായിട്ട് വരുന്നുണ്ട്. ഇനി പൂന്തോട്ടമായിട്ടുണ്ടെങ്കിൽ പൂക്കളില്ലാതെ പാടില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് പൂക്കളിട്ടിട്ട് ബാക്കി പൂക്കൾ കളഞ്ഞതിൽ ഒരു ചെണ്ടുമല്ലിച്ചെടി നന്നായി മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പടുമുള മുളച്ചതാണ്, കുഴിച്ചിട്ടുണ്ടാക്കിയതല്ല. അതിലാണെങ്കിൽ നിറയെ പൂക്കളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിത്തുകൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി വന്നിട്ടുണ്ടെങ്കിൽ ചെടി മുളച്ച് കിട്ടുമോ പൂക്കളിടുമൊന്നും അറിയില്ല. ഇതും പേരറിയാത്തൊരു ചെടി, മനോഹരമായൊരു ഇലച്ചെടി. അതിൻ്റെ ഉള്ളിൽ ഒരു 4 മണിച്ചെടിയുടെ വിത്ത് ലച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നായി മുളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി കുളിക്കുക എന്നുള്ളതാട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തലയിൽ തേച്ച എണ്ണയൊക്കെ നന്നായി തലയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു ഷാമ്പു വെച്ചിട്ട് കുളിക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് KP നമ്പൂതിരിസിൻ്റെ ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി വിളക്ക് വെക്കലാണ്. വിളക്ക് വെച്ചു. ഇനി ലച്ചുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ലച്ചുവിന് വേണ്ടത് പഴമാണ്. അപ്പോൾ ലച്ചുവിനുള്ള പഴം പുഴുങ്ങിക്കൊടുത്തു. ഞാൻ നേരെ അടുക്കളയിലേക്ക്. അപ്പോൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മത്തികളൊക്കെ കായം പറ്റിയതും കറി വയ്ക്കാനുള്ളതും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വറക്കുക, കറി വയ്ക്കുക, ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത എൻ്റെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.